ഹായ് ഫ്രണ്ട്സ്. അപ്പോഴേ എൻ്റെ മോളെ പോലെ ഫുഡ് കഴിക്കാനൊക്കെ നല്ല മടിയുള്ള മക്കളാണ് നിങ്ങളത് എങ്കിൽ ഈ ഒരു വഴി ട്രൈ ചെയ്ത് നോക്കും. ഇത് കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാലേ കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ടൈമിന് അവർക്ക് നോർമൽ ലഞ്ച് ബോക്സ് ആയിരുന്നു ഞാൻ കൊടുത്തിരുന്നത് കേട്ടോ. ഞാൻ ഈ ഓഫീസിൽ വരുന്ന ആ ടൈമിനെ അത്ര പെടഞ്ഞ് പണിയെടുത്തിട്ട് നമ്മൾ എന്താ പറയുക അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിക്കാണ്ട് അവൾ ആ ഫുഡ് അങ്ങനെ ഒന്നങ്ങ് വീട്ടിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ അത് അവിടെ കളഞ്ഞിട്ട് വരും. അങ്ങനത്തെ കലാപരിപാടികൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആയപ്പോഴാണ് ഇപ്രാവശ്യം എൻ്റെ മോനും കൂടെ ഫസ്റ്റ് ഇപ്പോൾ KG ക്ലാസ്സിൽ ന്യൂ അഡ്മിഷനാണ്. അപ്പോൾ രണ്ടാൾക്കും കൂടെ ഞാൻ ഇങ്ങനൊരു ലഞ്ച് ബോക്സ് ഇതിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയത്. പക്ഷേ ഇത് ഞാൻ ഇന്നലെ കൊടുത്തു വിട്ടതാണെങ്കിലും അവരിത് ഫുള്ള് ഫിനിഷ് ചെയ്ത്, കാരണം ക്വാണ്ടിറ്റി കുറവാണ് ഫുഡിന്, ചോറ് ഒരുപാടൊന്നും കൊടുക്കണ്ട. ഞാനും പഴയ ചിന്താഗതിയിലായിരുന്നു, ഇപ്പോഴത് മാറി. ഒരു കണക്കിന് ഫുഡിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, അതിന് പകരം ഒരുപാട് അവർക്ക് നല്ലത് കിട്ടുന്ന സാധനങ്ങൾ കുറച്ച് കൊടുക്കുക. കോളിഫ്ലവർ പൊരിച്ചതിൻ്റെ മോന് ഫേവറേറ്റ് ആണ്, നന്നായിട്ട് കഴിച്ചോട്ടെ, ഇതിന് അധികം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബുൾസൈ, പിന്നെ ഒഴിച്ചുകറിയായിട്ട് എന്താ പറയുക ദാൽക്കറിയാണ് കൊടുത്തിട്ടുള്ളത്. മോൾക്ക് ഒഴിച്ചുകറിയോട് വലിയ താല്പര്യമില്ല, എങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. പറയാൻ കഴിയില്ലല്ലോ, ഇനിയിപ്പോൾ വേണമെന്ന് അന്നേരം മനസ്സ് തോന്നിയെന്നുണ്ടെങ്കിൽ കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നതിന് ശേഷം ഇനി ഒരു ദിവസം കൊടുത്ത് കഴിച്ചിട്ട് പിന്നീട് അവന് കഴിച്ചില്ലെങ്കിൽ പിന്നെ മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തത്. മോന് പിന്നെ മസ്റ്റാണ് കേട്ടോ, അതുകൊണ്ട് ഓനും ഞാൻ ഒഴിച്ചുകറി വെച്ച്. പിന്നെ അങ്ങനെ ഏകദേശം ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഇനി ഒരു നമ്മുടെ സ്നാപ്പിൻ്റെ ഒരു അളവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വീറ്റോടെ ഇരുന്നോട്ടെ. എല്ലാം കഴിച്ച് കഴിയുമ്പോൾ അവർക്കൊരു മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിലോ അങ്ങനെ കഴിച്ചോട്ടെ. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കൂടെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു പകുതി കൊടുക്കണം എന്നുള്ളത്. മോൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് കൊടുക്കാൻ തയ്യാറാവില്ല, എങ്കിലും കൊടുക്കുമായിരിക്കും. കാരണം അവൻ്റെ ഒരു കളിക്കൂട്ടുകാരി അവനോടൊപ്പം ഒരേ ബെഞ്ചിൽ ഒരേ ക്ലാസ്സിൽ അവർ രണ്ടാളും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചോദിക്കും രണ്ടെണ്ണം വെച്ചുകൂടായിരുന്നു എന്ന്. അല്ല, ഒന്ന് പങ്കിട്ട് കഴിക്കുമ്പോഴല്ലേ സ്നേഹം ഉണ്ടാവുക, അപ്പോൾ ഒന്ന് വെച്ചാൽ മതി. അങ്ങനെ ചിന്തിച്ചു വിട്ടതാണ് കേട്ടോ. I never wait, you're still so lost. You got power in your eyes, here's you open doors. Oh, this wasn't funny, but it's not very funny right now, and I want it to be. അപ്പോൾ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഇനിയുള്ളത് എന്താ അറിയാലോ, അവർ സ്നാക്സ് ബോക്സ് ആണ്. അത് അവർ ഫേവറേറ്റ് ആണല്ലോ അല്ലേ. ലഞ്ചിനേക്കാളും അവർക്ക് ഒന്നുകൂടെ ഇഷ്ടം ഉണ്ടാവലും സ്നാക്സ് ആയിരിക്കും. ഈ ലഞ്ച് ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ ഒരു കഴിക്കാനുള്ള ക്യൂരിയോസിറ്റി കൂടും. അപ്പോൾ ഒരു കഴിച്ചോളം എടുത്തിട്ട് അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ സ്നാക്സ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ട് ആണ് വെക്കുന്നത്. 2 കിവി വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് നട്ട്സും പിന്നെ എന്താ പറയുക കിസ്മിസും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് വലിയ ക്വാണ്ടിറ്റി ഒരുപാടില്ല, കാരണം സ്നാക്സ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ലഞ്ച് കഴിക്കുക. സ്നാക്സ് ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ലഞ്ച് തിരിച്ച് ഞാൻ വീട്ടിൽ അവർ കൊണ്ടുവരുമ്പോൾ ഞാൻ കളയേണ്ടി വരും. എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോഴേ നിങ്ങളുടെ കുട്ടികൾ ഇതുപോലെ ഫുഡ് കഴിക്കാൻ മടിയന്മാരാണെന്നുണ്ടെങ്കിൽ ഒട്ടും വഴുകണ്ട, ആമസോണിൽ പോയിട്ട് ഇതിൻ്റെ ലിങ്ക് വേണവരൊന്ന് പേഴ്സണലി കമൻറ്റ് ചെയ്തോളൂ, ഞാൻ വിട്ടുതരാം. അല്ലെങ്കിൽ ആമസോണിൽ പോയിട്ട് പർച്ചേസ് ചെയ്തോളൂ, നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.